ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഗൈസ്. നമ്മൾ ഇന്ന് ഒരു എൻ്റെ കോളേജ് TKM എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി എൻ്റെ ഒരു അഭിപ്രായവും പിന്നെ കുറച്ച് കാര്യങ്ങളും പറയാൻ വേണ്ടി വന്നതാണ്. എന്ന് വെച്ചാൽ കുറേ പേര് ഫസ്റ്റ് ഇയേഴ്സ് കുറേ പേര് വരാനുണ്ട്, ലാറ്ററൽ സെക്കൻഡ് ഇയേഴ്സ് കയറാൻ കുറേ പേര് TKMൽ അഡ്മിഷൻ എടുത്ത് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ കുറേ പേര് എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേ കുറച്ച് ചെറിയൊരു വീഡിയോ എനിക്ക് 4 മിനിറ്റ് കൊണ്ട് കുറച്ച് വീഡിയോ ഉള്ളായിരുന്നു. TKMനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞായിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാ, എങ്ങനെയൊക്കെയാ എന്നൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ ആ വീഡിയോക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. റാഗിങ് എങ്ങനെയുണ്ട്, കോളേജ് എങ്ങനെയുണ്ട്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയുണ്ട്, ആ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയുണ്ട്. എനിക്ക് പറ്റാവുന്ന അത്ര ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ആരൊക്കെയോ റീപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അറിയാത്ത കാര്യങ്ങൾ എൻ്റെ ഇപ്പം ഞാനിപ്പോൾ 3rd ഇയർ ആയി, ബാക്കി 2 ഇയർ ഉള്ള എക്സ്പീരിയൻസ് കുറച്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയൊക്കെയാണ് കോളേജ്, എങ്ങനെയൊക്കെയാണ് പിള്ളേർ, എങ്ങനെയൊക്കെയാണ് കോളേജിൻ്റെ ഒരു വൈബ്, സംഭവം കളറാണോ, ഒരാൾക്ക് വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റുമോ, പഠിക്കാൻ പറ്റുമോ എന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ID ജസ്റ്റ് ഞാൻ കൊടുത്തേക്കാം. ഇൻസ്റ്റാ ഐഡി കൊടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ വന്നപ്പോൾ റാഗിങ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ ഓട്ടോണമസാണ്. എന്ന് വെച്ചാൽ കോളേജിൻ്റെ ബേസിലായിരിക്കും ഞങ്ങൾ പഠിച്ചു വരുന്നത്. ഞങ്ങളും സെക്കൻഡ് ഇയറും ഫസ്റ്റ് ഇയറും എല്ലാം ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്താണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കോളേജുകാരായിരിക്കും ക്വസ്റ്റ്യൻ ഇടുന്നതും ചെക്ക് ചെയ്യുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം കോളേജുകാരാണ് നോക്കുന്നത്. അത് ഓട്ടോണമസ് വെച്ചാൽ കോളേജ് തന്നെ ആയിരിക്കും എല്ലാം നോക്കി നടത്തുന്നത്. പിന്നെ അതുകൊണ്ട് റാഗിങ് അങ്ങനെ കൂടുതലില്ല. ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ ഫസ്റ്റ് ഇയറിൽ വന്നപ്പം സെക്കൻഡ് ഇയർ, 3rd, 4th ഇയർ എല്ലാം ഗവൺമെൻറ് എയ്ഡഡ് KTUവിൻ്റെ ബേസിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ വന്ന ടൈമിൽ റാഗിങ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ റാഗിങ് ഒന്നും ഇല്ല. എന്തോ എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല. എന്നെ 2-3 വട്ടം വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചുമ്മാ പേര് ചോദിക്കുക, നാളെ ചോദിക്കുക, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ദിവസം പാട്ട് പാടിയായിരുന്നു തോന്നുന്നു. എന്തോ ഒരു പാട്ട് ചെറുതായിട്ട് പാടിയായിരുന്നു. അത് നമ്മൾ ഫണ്ണിയായിട്ട് നമ്മൾ കണ്ട് കഴിഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആരണ്ടൊക്കെ പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. അവരൊന്നും പിന്നെ കണ്ടിട്ടില്ല. പിന്നെ നമ്മളും ഇവിടെ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ അങ്ങനെ റാഗിങ് അങ്ങനെ വലിയ സംഭവമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ആർക്കൊക്കെ അടി കിട്ടിയിട്ടുണ്ട്, ഞാൻ പറയും. ആർക്കൊക്കെ അടി കിട്ടിയിട്ടുണ്ട്, എവിടെയൊക്കെ കൊണ്ടുപോയി ഇടിച്ചിട്ടുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ അറിവ് മാത്രമേ ഉള്ളൂ. അറിഞ്ഞു കേട്ടിട്ടുള്ള ചെറിയ ഇൻഫോർമേഷൻ മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ കണ്ടിട്ടില്ല അടിക്കുന്നതൊന്നും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ വരുമ്പോൾ അങ്ങനെ പരിപാടിയൊന്നും കാണത്തില്ല. സെക്കൻഡ് ഇയേഴ്സിനും കാണത്തില്ല, ഫസ്റ്റ് ഇയേഴ്സിനും കാണത്തില്ല. എന്ന് വെച്ചാൽ എല്ലാം ഓട്ടോണമസോ കോളേജിൻ്റെ ബേസിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് ID കാർഡ് എല്ലാം സെയിം ആയിരിക്കും. ഒരു റോസ് ID കാർഡാണ്. ഐ ഡി കാർഡൊക്കെ താഴെയല്ല, ഒരു റോസ് ID കാർഡ് പോലത്തെ. പിന്നെ എനിക്ക് തോന്നുന്നത് മാനേജ്മെൻറ്റ് സീറ്റും NRI കോട്ടൊക്കെ ഫില്ലായെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ TKM വലിയ സംഭവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം കോളേജ് ഒരേപോലെയൊക്കെ തന്നെ. പിന്നെ കുറേ ആൾക്കാർ പഠിച്ചിറങ്ങി നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് TKM കുറച്ചുകൂടെ ഒന്ന് ഫേമസ് ആയിട്ട് ഇരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ വലിയ കോളേജോ അങ്ങനെ വലിയ കോളേജൊന്നും അല്ല, നല്ല കോളേജ് തന്നെ, പഠിക്കാൻ പറ്റുന്ന കോളേജ് തന്നെ, നല്ല പ്ലേസ്മെൻറ്റ് കൂടി നല്ല സ്ഥലത്ത് എത്താം. പക്ഷെ അതല്ല, കൂടുതലും ഫേമസ് ആവുന്ന കോളേജ് എന്നോട് പറയാൻ തോന്നുന്നല്ലോ. അന്നേരം എന്നോടല്ല, സപ്പോസ് എന്നോട് ചോദിക്കും, ഇത് കോളേജില്ല, നമ്മുടെ TKM ആയിരുന്നോ? നല്ല കോളേജ് അത്, കുറേ ആൾക്കാരൊക്കെ പഠിച്ചിറങ്ങിയത്, എൻ്റെ കസിനും ചേട്ടനും എല്ലാം അവിടെ പഠിച്ചിറങ്ങിയത് എന്നൊക്കെ വേണമെങ്കിൽ പറയും. അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്നുവെച്ചാൽ അത്രയും ആൾക്കാർ നല്ല ബ്രില്യൻ്റ് ആൾക്കാരായിരിക്കും പഠിച്ചിറങ്ങുന്നത്. കുറച്ച് പേരെയും കാണും. നമ്മുടെ ഒരു 10% എടുത്തവർ അതിലൊരു 9%, 8% ആൾക്കാർ നല്ല പഠിച്ച് എവിടെയെങ്കിലും എത്തിച്ചേരാവുന്ന കുറച്ച് ആൾക്കാരായിരിക്കും. അതുകൊണ്ട് നല്ല ആൾക്കാരായിരിക്കും അവിടെ നിന്ന് പഠിച്ചിറങ്ങി നല്ല നിലയിൽ എത്തുന്നത്. ആ നിലയിൽ എത്തുന്നതുകൊണ്ട് മാത്രമാണ് TKM കോളേജ് അത്രയും ഫേമസ് ആയി നിൽക്കുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, ഞാനിപ്പം 3rd ഇയർ ആയി. ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് പിന്നെ 3-4-5 സപ്ലി ഉണ്ട്. സപ്ലി എഴുതണം. എഞ്ചിനീയറിംഗ് എടുത്താൽ പിന്നെ സപ്ലി ആയിരിക്കുമല്ലോ, അതുകൊണ്ട് സപ്ലി എഴുതണം. പിന്നെ വരുന്നത് വെച്ചാൽ, പിന്നെ കോളേജ് വൈബാണെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. കോളേജ് ഒരുവിധം വൈബാണ്. ഇടയ്ക്കൊക്കെ പരിപാടിയൊക്കെ നടക്കും. എൻ്റെ അഭിപ്രായത്തിൽ വലിയ പരിപാടിയൊന്നും അല്ല, ചെറിയ പരിപാടിയൊക്കെ നടക്കാറുണ്ട്. പിന്നെ വലിയ പരിപാടി എന്ന് വെച്ചാൽ STIA, അത് ഇപ്പം 2 മാസം മുമ്പായിരുന്നു. ഏപ്രിൽ ആ ടൈമിലൊക്കെ ആയിരുന്നു പരിപാടിക്ക് എല്ലാവരും വരാറുണ്ട്. എന്ന് വെച്ചാൽ നല്ല പരിപാടിക്കും, ചില പരിപാടിയൊക്കെ ഫ്ലോപ്പ് ആയിരിക്കും. അത് ഓരോരുത്തരുടെ പാർട്ടി ബേസിലാണല്ലോ ചിലപ്പോൾ പരിപാടി നടത്തുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് ബേസ് ആയിരിക്കും കുറച്ച് പരിപാടിയൊക്കെ നടത്തുന്നത്. ഒരുവിധം പരിപാടിയൊക്കെ കളറാണ്, ഒരുവിധം എൻജോയ് ചെയ്യാൻ പറ്റുന്ന
കോളേജാണ് TKM കോളേജ് എന്ന് പറയും. ഞാൻ വലിയ പ്രൊമോഷൻ ആ രീതിയിലല്ല പറയുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് TKMൽ ആരും വന്ന് അഡ്മിഷൻ എടുക്കാൻ പാടില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രം ഞാൻ പറയുകയാണ്. പിന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാൽ എല്ലാ തരത്തിലും പിള്ളേരുണ്ട് കോളേജിൽ, എല്ലാ തരത്തിലും പിള്ളേരുണ്ട്. എന്ന് വെച്ചാൽ പഠിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്ന പിള്ളേരുണ്ട്, പിന്നെ കുറച്ച് അലമ്പാൻ വരുന്ന കുറച്ച് പിള്ളേരുണ്ട്, പഠിച്ച് അലമ്പാൻ വരുന്ന കുറച്ച് പിള്ളേരുണ്ട്, അലമ്പ് മാത്രം കാണിക്കാൻ വരുന്നവരുണ്ട്. പിന്നെയാണ് കോളേജ് വലിയ സംഭവം എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. പിന്നെ ആരോടും മിണ്ടാത്ത കുറച്ച് പേരുണ്ട്. പിന്നെ ആരോടും നമ്മുടെ ഒരു വൈബ്, ഇപ്പം നമുക്ക് കോളേജിൽ പരിപാടി, പ്രോഗ്രാംസ്, ട്രിപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും. ഇതിനൊന്നും പങ്കെടുക്കാത്ത കുറച്ച് പേരുണ്ട്. പിന്നെ കപ്പിൾസിനെ കാണാൻ വരുന്ന കുറച്ച് പേരുണ്ട്. അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെന്റ് അല്ല കുറേ ടൈപ്പ് ആൾക്കാരുണ്ട്. പിന്നെ ആരോടും മിണ്ടാത്ത കുറച്ച് പേരുണ്ട്. പിന്നെ ആർക്കോ വേണ്ടി വന്നിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പൊ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ വരുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും കോളേജിൽ പോകാറുണ്ടെന്ന് തോന്നുന്നു. ഒരുവിധം എല്ലാ കോളേജിലും, എല്ലാ ദിവസവും എല്ലാ ക്ലാസ്സിലും കയറാറുണ്ട്. ക്ലാസ് കയറിയില്ലെങ്കിൽ സീനൊന്നുമില്ല, അതും ചോദിക്കാൻ പോകുന്നില്ല. പിന്നെ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങാൻ പോവാം, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം, ഫ്രീഡം ഉണ്ട്. നിങ്ങൾക്ക് ക്ലാസ് കട്ട് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും പോവാം. ക്ലാസ് കയറിയില്ലെങ്കിൽ സീനില്ല, ആരും വീട്ടിൽ വിളിച്ച് ചോദിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ടൈമിലൊക്കെ ക്ലാസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അറ്റൻഡൻസ് ഇങ്ങനെ കുറഞ്ഞു വരും. അറ്റൻഡൻസ് പറയുമ്പോൾ പിന്നെ എക്സാം ആകുമ്പോൾ പിന്നെ കിടന്ന് ഫണ്ടനേഷൻ അടയ്ക്കണം, അതടയ്ക്കണം, ഇതടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം 75% വേണം ഒരു സെമിസ്റ്ററിൽ നിങ്ങൾക്ക് അറ്റൻഡൻസ് വേണം, എന്നാലും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എവിടെയും പോകാം, നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്ത് എവിടെ വേണമെങ്കിലും പോകും. കൊല്ലത്ത് എവിടെ വേണമെങ്കിലും പോകാം, പിള്ളേരുടെ എൻജോയ് ചെയ്യാൻ, ട്രിപ്പ് പോകാം, എങ്ങോട്ടും പോകാം. പക്ഷേ സെമിസ്റ്റർ ആകുമ്പം 75% ഉറപ്പായിട്ടും അറ്റൻഡൻസ് വേണം. അത് എല്ലാ കോളേജിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. 75% അറ്റൻഡൻസ് വേണം. കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കോളേജിൽ വരുന്നത്. പിന്നെ ഫോർത്ത് സെമ്മി പഠിച്ചപ്പോൾ എന്തോ ഫുഡിൽ എന്തോ പുഴുവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. ഫുഡിൽ പുഴുവും കാര്യങ്ങളും, എന്തോ തൂവല് കാര്യങ്ങളൊക്കെ, എന്തോ കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഒരാഴ്ച ക്ലാസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് കാരണം അങ്ങനെ കുറച്ച് ഹോസ്റ്റൽ ഇഷ്യൂസൊക്കെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇനി വരാറുണ്ട്. ഞാൻ നല്ല ഹോസ്റ്റലാണെന്നും പറയുന്നില്ല. പിന്നെ ഫുഡിൻ്റെ കാര്യമില്ലയോ, എല്ലാവരും പുറത്തുനിന്ന്. ഒന്നാമത്തെ കാര്യം TKMന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും കൊല്ലം ജില്ലയിലുള്ളതല്ല. ഇപ്പം TKM കോളേജ് കൊല്ലത്താണല്ലോ. കൂടുതൽ പേരും പല ജില്ലയിൽ നിന്നാണ് വരുന്നത്. തൃശ്ശൂർ, എറണാകുളം, അവിടെ കണ്ണൂർ, അങ്ങനെ കുറച്ച് കാസർഗോഡ്, മലപ്പുറം, അങ്ങനെ കുറച്ച് സ്ഥലത്ത്, ആലപ്പുഴ, അങ്ങനെയുള്ള കുറേ സ്ഥലത്തു നിന്നായിരിക്കും ആൾക്കാർ വരുന്നത്. അതുകൊണ്ട് എല്ലാവരും വന്ന് കൊല്ലത്ത് വന്ന് എൻജോയ് ആക്കും. എല്ലാവരും ആരും പറയാനോ കേൾക്കാനോ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും വന്ന് കോളേജ് എക്സ്പ്ലോർ ചെയ്യുന്ന, എൻജോയ് ആക്കുന്നു. പിന്നെ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ സീനൊന്നുമില്ല, നല്ല കോളേജാണ്. പഠിക്കുന്നവർക്ക് പഠിക്കാം, അലമ്പാന്നവർക്ക് അലമ്പി അവിടെ സപ്ലൈ അടിച്ചിരിക്കാം. പഠിക്കുന്നവർക്ക് സപ്ലൈ ഇല്ലാതെ നല്ല പ്ലേസ്മെന്റ് കൂടിയ നല്ല സ്ഥലങ്ങളിൽ എത്തിപ്പെടാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇഷ്ടപ്പെടാൻ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്കും ചെയ്തേക്ക്. എന്തെങ്കിലുമൊക്കെ ഫസ്റ്റ് ഡേയ്സ് വരുവാണെങ്കിൽ നമുക്ക് കാണാം. നമുക്ക് നല്ല വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് പറയാം. ഞാൻ അത് ഉറപ്പായിട്ടും എടുക്കത്തില്ല. ഇൻട്രസ്റ്റ് ഉള്ളവർ മതി. ഞാൻ എല്ലാവരും അങ്ങനെ ഇൻട്രസ്റ്റ് കാണിച്ചാലായിരിക്കുമല്ലോ വീഡിയോ എടുക്കാൻ. ചിലർക്ക് ഇൻട്രസ്റ്റ് കാണത്തില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും കോളേജിൽ വരുമ്പോൾ. കോളേജ് ഉറപ്പായിട്ടും നല്ല വീഡിയോസ് എടുക്കാറുണ്ട്, ഇനിയും എടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം. ഞാൻ പിന്നെ ചെറിയൊരു കോളേജ് എക്സ്പീരിയൻസ് ജസ്റ്റ് പറഞ്ഞതാണ്. എനിക്ക് എന്തോ അടുത്ത മാസം സപ്ലൈ എക്സാം എഴുതാൻ പോകണം. മടിയുള്ളവർ ഇങ്ങനെയൊക്കെയാ. സപ്ലൈ എക്സാം ഒക്കെ വരും. 3 ഉണ്ടെന്ന് തോന്നുന്നു. 3 ഉണ്ട്. 2, 3, 4, 5, പിന്നെ 6-ാം തീയതി, പിന്നെ 10, 12. 3 ഉണ്ട്. പോയി എഴുതണം, പാസ്സാവണം, എവിടെയെങ്കിലുമൊക്കെ എത്തണം. അപ്പോൾ നിങ്ങളും എവിടെയെങ്കിലുമൊക്കെ എത്തുക. അഡ്മിഷൻ കിട്ടിയാൽ സെറ്റാക്കി പൊളിയും. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.